Hi, since this is, I think, 7th class, um, we are now here going to study pronouns again. Pronouns are words used instead of noun. Okay, so again, there are some pronouns, relative pronouns, relation, which shows relation. Who, whom, which. Okay, who, whom, which relation. Relation shows whose, whom, who. Okay, which. Okay, all shows relations, relative pronouns. Okay, so the which was formerly used to refer a person, which also refer to a sentence. Okay, so relative pronouns are very important. We studied that pronouns are words used instead of noun. So this is the boy, ini that. Okay, ഇതൊക്കെ റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. പ്രൊനൗൺസ് പലതരമുണ്ട്. ഓക്കെ, സോ പ്രൊനൗൺസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഓക്കെ, നമുക്കിപ്പോൾ ചോദിക്കണം ഹൂ ആർ യു, ഹൂസ് പെൻ ഇസ് ദിസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ റിലേറ്റീവ് പ്രൊനൗൺസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ്, either, neither, or. Okay, either, neither. Okay, demonstrative pronouns. അപ്പോൾ either, neither, or. Okay, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺസ്. ഇൻറ്ററോഗേഷൻ, ചോദിക്കുക. നമ്മളിപ്പോൾ ചോദിക്കില്ലേ, പോലീസൊക്കെ ഇൻറ്ററോഗേറ്റ് ചെയ്യില്ലേ. ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺസ്. ഹൂ, ഹും, ഹൂസ്, വൈ, വിച്ച്. Okay, why are you here? Okay, whose pen is this? What have you found? Okay, what is sweeter than honey? Okay, who are you? What are you? What is he? Okay, അപ്പോൾ ഇൻറ്റർഗേറ്റീവ് പ്രൊനൗൺസും റിലേറ്റീവ് പ്രൊനൗൺസ് റിലേഷൻ ചെയ്യണത്. പിന്നെ ദറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓൾ പ്രൊനൗൺസ് and all that are used in pronouns. ഇനി നമുക്ക് പ്രൊനൗൺസ് കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊരു കാര്യം നമ്മൾ പഠിക്കാൻ പോണു. ആൻഡ് ദാറ്റ് ഈസ് what we call do, does, did. Okay, do and doesum present tense. What are you doing? Present continuous do. അപ്പോൾ യുവിൻ്റെ കൂടെ do, doesn't he, she, it പേരിൻ്റെ കൂടെ ഡസ്. ഓക്കെ, അപ്പോൾ യുവിൻ്റെ കൂടെ ഡു. ഐ ആം ഡൂയിങ്, ഐ ഡു. ഓക്കെ, സോ അതിൻ്റെ നമുക്ക് ഇതും ചെയ്യാം, ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം. ഐ ഡു ക്വസ്റ്റ്യൻ. ഐ വർക്ക്, ഡു ഐ വർക്ക്, ഡു വി വർക്ക്, ഡു യു വർക്ക്, ഡു ദേ വർക്ക്. ഓക്കെ, ഡസ് ഹി വർക്ക്, ഡസ് ഷീ വർക്ക്, ഡസ് ഇറ്റ് വർക്ക്, do, does, do, does. Okay, does, that is he, she, ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡസ്. ഓക്കെ, അപ്പോൾ ഡു യു ഓൾവേസ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? ഡസ് ക്രിസ് ഓഫൺ പ്ലേ ടെന്നീസ്? ഓക്കെ, വാട്ട് ഡു യു യൂഷ്വലി ഡു വീക്കെൻഡ്സ്? ഡു ഐ, യു, ദേ ഹാവ് the water. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞാൽ അവിടെ വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഡു ദേ ലൈക്ക് മ്യൂസിക്? ഓക്കെ, അപ്പോൾ ഡു യു പ്ലേ ടെന്നീസ്? ഡസ് ജോർജ് വർക്ക് ഹാർഡ്? ജോർജ് ഡസ്. ഇപ്പം നമ്മൾ ഇങ്ങനെയും പറയാം, ജോർജ് ഡസ് വർക്ക് ഹാർഡ്. പേരിൻ്റെ കൂടെ ഡസ്, പേര് ഹീ, ഷീ സിംഗുലറിൻ്റെ കൂടെ ഡസ്സും ഐ, വി, യു, ദേൻ്റെ കൂടെ ഡൂവും നമ്മൾ ചേർക്കും. പിന്നെ നമ്മൾ ഡോണ്ട്, നെഗറ്റീവ്, അതിൻ്റെ നെഗറ്റീവ് പറയുമ്പോൾ ഐ ഡോണ്ട്. She doesn't, he doesn't, you doesn't, we doesn't. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ചേർക്കും. അപ്പം നമ്മൾ we, you doesn't, she doesn't. ഓക്കെ, ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിലോ ഐ ഡിഡ്, യു ഡിഡ്, he did, she did, ഡിഡ്. പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡ്. അപ്പോൾ ഡിഡ് നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും. യു ഡിഡ്, ദേ ഡിഡ്, വി ഡിഡ്.
ഓക്കെ, അപ്പോൾ അത് എല്ലാ പേരിൻ്റെ കൂടെയൊക്കെ അപ്പോൾ സുരേഷ് ഡിഡ് നോട്ട് കം യെസ്റ്റർഡേ. ഓക്കെ, രമേഷ് ഡിഡ് ദാറ്റ് വർക്ക് വെരി നൈസ്ലി. ഇതൊക്കെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളിനി വി ആർ ഗോയിങ് ടു സ്റ്റഡി ഓൾ റിവിഷൻ ഓഫ് ദ തിങ്സ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? നൗൺ, അഡ്ജക്റ്റീവ്, പ്രൊനൗൺ, വെർബ്, അഡ്വർബ്, പ്രൊപ്പോസിഷൻ, കൺജക്ഷൻ, ഇൻ്റർജെക്ഷൻ, ഇസ്ൻ്റ് ഇറ്റ്? ആൻഡ് ഡു ഡസിൻ്റെ പ്രൊനൗൺസ് ഡു ഡസ്, പിന്നെ ഡു ഡസിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വേറെ ഗ്രാമർ പാർട്സ്, നമ്മൾ ആർട്ടിക്കൽസും പഠിച്ചു നമ്മൾ. ഓക്കെ, ആർട്ടിക്കൽസും എ ആൻഡ് ദി ആർട്ടിക്കൽസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോംവർക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് ഫ്രേസൽ വെർബ് എന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഫ്രേസൽ വെർബ് എന്താണെന്നാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ.